ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് 12കാരന്റെ കരിവില്ലി വെള്ളാട്ട്. കോഴിക്കോട് താഴത്തുംകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കക്കോടി ചെറുകുളത്തെ കളപ്പുരയ്ക്കൽ യദുകൃഷ്ണന്റെ ആദ്യ ദൈവകോലം പകർന്നാടിയത്. ആദ്യം മുഖത്ത് മിനിക്കെഴുത്തെഴുതി, പിന്നെ കാലിൽ കാൽച്ചിലമ്പും പറ്റും പടകവും കെട്ടി, അരയിൽ അരയടയും കൈകളിൽ വളകളും തണ്ടയും ചുടകവും ഉറപ്പിച്ചു. മാറത്ത് 7 നിറയും തലയിൽ തലപ്പാളിയും മിന്നിപ്പട്ടവും ഉറപ്പിച്ചതോടെ ഭക്തരുടെ ഇഷ്ടദൈവമായ കരിവില്ലിയുടെ പ്രതിരൂപമായി മാറുകയാണ് യദുകൃഷ്ണൻ എന്ന 12കാരൻ. കക്കോടി ചെറുകുളം കളപ്പുരയ്ക്കൽ രജീഷിന്റെയും ശ്രുതിയുടെയും മകനായ യദുകൃഷ്ണന്റെ ആദ്യ ദൈവകോലത്തിലെ അരങ്ങേറ്റമാണ് കോഴിക്കോട് താഴത്തങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നത്. ശൈവ ചൈതന്യമായ കരുവില്ലിക്കാവിന്റെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ അരിയെറിഞ്ഞും ആയുധങ്ങളായ അമ്പും വില്ലും കൈമാറിയും കാവിലെ കാരണന്മാർ ദൈവത്തെ വരവേൽക്കും. പിന്നെ ചെണ്ടയിൽ നിന്നും ദ്രുതതാളം മുഴങ്ങിയതോടെ ദൈവങ്ങൾ നിറഞ്ഞാടുകയാണ്. പാരമ്പര്യ തെയ്യം കലാകാരനായ അച്ഛന്റെ ദൈവകോലങ്ങൾ കണ്ടാണ് യദുകൃഷ്ണനും തെയ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. നേരത്തെ തന്നെ അച്ഛന്റെയും മറ്റു ഗുരുസ്ഥാനരിൽ നിന്നും തെയ്യം ആട്ടത്തിന്റെ ബാലപാഠങ്ങൾ പരിശീലിച്ചിരുന്നു. പാരമ്പര്യമായിട്ട് ഞങ്ങൾ തെയ്യ കലാകാരന്മാരാണ്. പിന്നെ ഭയങ്കര സങ്കടം. പിന്നെ അവന് ഭയങ്കര ഇപ്പോഴത്തെ തലമുറയിൽ ആരും അങ്ങനെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷെ എൻ്റെ മോന് ഭയങ്കര ആഗ്രഹം. ഞാനും ചെറുപ്പം മുതൽ അമ്മത്തിനൊക്കെ പഠിച്ചാണ്. അപ്പോൾ അവനും ഭയങ്കര താല്പര്യം. അപ്പോൾ ഇപ്രാവശ്യം അവനെ ഭഗവാന്റെ ഇവിടെ താഴത്തങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടെ തന്നെ ഞാനും കിട്ടി അടിയത്. അതോനും കിട്ടി അടിക്കുന്നത് കൊലോന്റെ ആണ് ഞാൻ ഇപ്പോൾ കിട്ടിയത്. അടുത്തത് കരിവില്ലീനാണ്. കരിവില്ലീൻ്റെ കൂടെ ഇപ്പോൾ അവരുടെ കൂടെ കിട്ടുന്നത് മനോജ് എന്ന പ്രശസ്ത തെയ്യ കലാകാരനാണ്. തകല് വിദ്യാനാണ്. ആശാനപ്പനാണ് ഇപ്പോൾ കിട്ടുന്നത് മനോജ്. നിരവധി ഭക്തരാണ് യദുകൃഷ്ണന്റെ ആദ്യ ദൈവകോലം കണ്ട് അനുഗ്രഹം വാങ്ങാൻ കാവിന്റെ തിരുമുറ്റത്തെത്തിയത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യദുകൃഷ്ണൻ. സഹോദരൻ അർജുനൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാദസ്വരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.